സ്വലാത്ത് ചൊല്ലി ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഞാനൊരു ദിവസം ചെന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ഞാനൊന്ന് ഉപയോഗിച്ചു. അപ്പൊ അവിടെ പുറത്ത് തന്നെ സ്വലാത്ത് എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ കണ്ടു. എന്നാ പിന്നെ സ്വലാത്തിന്റെ വല്ല മഹത്വമായിരിക്കുന്നു വിചാരിച്ച് ഞാനന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഞാൻ വല്ലാതെ ഞെട്ടിത്തരിച്ചു പോയി. എന്താണെന്നറിയോ, ആ സഹോദരൻ 1,40,00,000 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു പോയി. കേവലം 30-ൽ താഴെ വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ഓരോ വർഷവും ചൊല്ലിയ സ്വലാത്തിന്റെ മുഴുവൻ കണക്കും 1,40,00,000-ലധികം സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞു. മാത്രമല്ല അതേപോലെ തന്നെ 25 ലക്ഷം 30 ലക്ഷമൊക്കെ തഹ്ലീലും ചൊല്ലിക്കഴിഞ്ഞു. അതിനും പുറമെ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്ലാൻ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. ആ ഫയലിൽ തന്നെ മറ്റൊരു പേജിൽ നമ്മളൊക്കെ ജീവിതത്തിന്റെ പ്ലാൻ എഴുതാറുണ്ട്, ബിസിനസിനെ കുറിച്ച് വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ എഴുതാറുണ്ട്. ആ സഹോദരൻ 2023 കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാൻ എന്താണെന്നറിയോ, 5 കോടി സ്വലാത്ത്, അതോടൊപ്പം തന്നെ 2.5 കോടി തഹ്ലീൽ, അതോടൊപ്പം തന്നെ 150 ഖത്തം ഖുർആൻ. ഇത് ജനറലായിട്ട് എന്റെ പോലെ പാന്റ് ഇട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കമ്പ്യൂട്ടറിൽ വളരെ പേഴ്സണലായിട്ട് ഞാൻ കണ്ടതാണ്. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ. ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. മഹാനായ ശൈഖ് റിഫായി അവറുകൾ പാടുന്നു, നബിയേ, എന്റെ ശരീരമങ്ങ് ദൂരെയായിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും എന്റെ ആത്മാവിനെ ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ടായിരുന്നു, അങ്ങയുടെ ചാരത്ത് വന്ന് ബറക്കത്തെടുക്കാൻ. ഇപ്പോൾ ഇതാ എന്റെ ശരീരത്തിനും ആ ഒരു ഭാഗ്യം കടന്നു വന്നിരിക്കുകയാ നബിയേ. അതുകൊണ്ട് അങ്ങയുടെ ആ തൃക്കരവൊന്ന് നീട്ടിത്തരുവോ നബിയേ. ഇതങ്ങ് പറഞ്ഞു തീരുന്നതിന് മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് സ്നേഹിച്ചാൽ അതിൽ കൂടുതലായി ഇങ്ങോട്ട് സ്നേഹിക്കുന്ന, അങ്ങോട്ട് പരിഗണിച്ചാൽ അതിലേറെ ഇങ്ങോട്ട് പരിഗണിക്കുന്ന കാരുണ്യവാനായ സർക്കാരേ ആലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കയ്യങ്ങ് നീട്ടിക്കൊടുക്കുന്നു. മഹാനായ ശൈഖ് റിഫായി തങ്ങൾ വളരെ സന്തോഷത്തോടെ ലോകത്തിന്റെ നേതാവിന്റെ കയ്യാണ് കിട്ടിയിരിക്കുന്നത്. അത് എല്ലാ ഭാഗങ്ങളിലും അമർത്തി അമർത്തി ഇങ്ങനെ ചുംബിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അൻത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. എന്റെ ഉമ്മമാർക്ക്, എന്റെ ഉപ്പമാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അങ്ങയിൽ ഞങ്ങൾ കാണുന്നു നബിയേ.